തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതികളുടെ കഥയാണിത്. സാധാരണക്കാരന്റെ അടുക്കളയിലെ മാലിന്യത്തിൽ നിന്ന് പോലും സഖാക്കൾ തട്ടിയെടുത്ത കോടികളുടെ കഥ. 2016 മുതൽ 2025 വരെ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ കിച്ചൺ ബിൻ പദ്ധതിയിലാണ് ഞെട്ടിക്കുന്ന അഴിമതി. നഗരത്തിൽ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാനുള്ള 15.5 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികൾ പാലിക്കാതെ കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക് എന്ന സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുകയായിരുന്നു കോർപ്പറേഷൻ. 3 ലക്ഷത്തിലധികമുള്ള പദ്ധതികൾക്ക് ടെൻഡർ വേണമെന്ന നിയമം അട്ടിമറിച്ചായിരുന്നു നടപടി. 2/12/2016 2869 നമ്പർ ഉത്തരവ് പ്രകാരമാണ് കോടികളുടെ കരാർ ഒമേഗ എക്കോടെക്കിനെ ഏൽപ്പിച്ചത്. എന്നാൽ ശുചിത്വ മിഷനിൽ എംപാനൽ ചെയ്യാത്ത ഒമേഗ എക്കോടെക്കിന് കരാർ നൽകാനാവില്ലെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ 20/2/2017 1570 നമ്പർ കത്തിലൂടെ അറിയിച്ചു. പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ശുചിത്വ മിഷൻ എംപാനൽഡ് കമ്പനിയായ IRTCയെ കരാർ ഏൽപ്പിച്ചു. താൽപര്യപത്രം പോലും ഇല്ലാതെയായിരുന്നു 25/3/2017 1387 നമ്പർ ഉത്തരവിലൂടെയുള്ള തീരുമാനം. ഒമേഗ എക്കോടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്ഥാപിക്കാവൂ എന്ന നിർദ്ദേശത്തോടെയായിരുന്നു ഈ കരാർ. ചുരുക്കി പറഞ്ഞാൽ IRTCയെ മറയാക്കി സഖാക്കൾക്ക് താൽപര്യമുള്ള ഒമേഗ എക്കോടെക്കിന് കോടികളുടെ പദ്ധതി നൽകുകയെന്ന തന്ത്രമാണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. ഒമേഗ എക്കോടെക് എന്ന കമ്പനിയോട് കോർപ്പറേഷനും സഖാക്കൾക്കുമുള്ള അമിത താൽപര്യം കോടികളുടെ അഴിമതിയിലേക്കാണ് വെളിച്ചം വീശുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി 14/6/2019 പേരിനു മാത്രം താൽപര്യപത്രം വിളിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ 9 കോടി രൂപയ്ക്ക് കരാർ ഒമേഗ എക്കോടെക്കിനെ ഏൽപ്പിച്ചതിലും കോടികളുടെ അഴിമതി നടന്നെന്ന് വ്യക്തം. 14/11/2019 ഉത്തരവ് നമ്പർ 2008 പ്രകാരമായിരുന്നു ഈ കരാർ. ഈ കരാറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലഭിക്കേണ്ട 11,13,114 രൂപ തങ്ങളുടെ പ്രതിനിധിയായ ഗ്രീൻ വില്ലേജ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഗതന് നൽകാൻ 18/2/2020 ഒമേഗ എക്കോടെക് കോർപ്പറേഷന് കത്ത് നൽകി. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ കൺസൾട്ടന്റ് എന്ന നിലയിൽ കോർപ്പറേഷനിൽ നിന്ന് വേതനം വാങ്ങുന്ന സുഗതൻ കരാറുകാരായ കമ്പനിയുടെ പ്രതിനിധിയായതെങ്ങനെ എന്നതും ദുരൂഹമാണ്. പ്രതിപക്ഷമായിരുന്ന BJPയുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ വിശദമായ അന്വേഷണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയത് LSGD ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഉമ്മു സൽമയായിരുന്നു. 2017 ഒമേഗ എക്കോടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങണമെന്ന് IRTCക്ക് പർച്ചേസ് ഓർഡർ നൽകിയ ഉത്തരവിൽ ഒപ്പുവെച്ച് അതേ ഉമ്മു സൽമയെ തന്നെ ഇതേ പദ്ധതിക്കായി അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചതും കോർപ്പറേഷന്റെ മറ്റൊരു തന്ത്രം. താൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ഉമ്മു സൽമ പേരിനൊരു നിർവഹണ ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യാൻ മാത്രം ഉത്തരവിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. 2022-23 പദ്ധതിക്കായി കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചു. പഴയ IRTCയെ തന്നെയാണ് വീണ്ടും കോർപ്പറേഷൻ പൊക്കിക്കൊണ്ടുവന്നത്. ബിന്നൊന്നിന് IRTC 1550 രൂപ ആവശ്യപ്പെട്ടപ്പോൾ 1440 രൂപയ്ക്ക് ബിൻ തരാമെന്ന് മറ്റൊരു സ്ഥാപനം പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. CPM കൗൺസിലറുടെ ഇടപെടലിനെ തുടർന്ന് കരാർ IRTCക്ക് തന്നെ ലഭിച്ചു. അപ്പോഴും ഒമേഗ എക്കോടെക്കിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് കോർപ്പറേഷൻ കർശന നിർദ്ദേശം നൽകി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഉന്നയിച്ച ചോദ്യം മാത്രം പരിശോധിച്ചാൽ മതി കോർപ്പറേഷനിൽ നടന്ന അഴിമതികളുടെ വ്യാപ്തി വ്യക്തമാകും. 2019 ടെൻഡർ സമർപ്പിക്കാൻ സമയം അവസാനിച്ചതിന് ശേഷം എത്തിയ ഒമേഗ എക്കോടെക്കിന് എങ്ങനെ കരാർ ലഭിച്ചു? പർച്ചേസ് കമ്മിറ്റി 1 കോടി രൂപയ്ക്ക് അനുമതി നൽകിയ പദ്ധതി തുക എങ്ങനെ 9 കോടി രൂപയായി? 15.5 കോടി രൂപയുടെ പദ്ധതിയിൽ എത്ര പേർ ഉപയോക്താക്കളായി? എത്ര പേർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചു എന്നതിനെ പറ്റിയൊന്നും കോർപ്പറേഷന് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടത് ജനക്ഷേമമല്ലെന്നും അഴിമതി മാത്രമാണെന്നും വ്യക്തം. ഈ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു നഗരത്തിലെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കോർപ്പറേഷൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. മാലിന്യത്തിൽ മാത്രമല്ല, മരാമത്ത് പണിയിലും അഴിമതിയുടെ ദുർഗന്ധമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ റോഡ് പണിയിൽ 40% കമ്മീഷൻ. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ഞെട്ടിക്കുന്ന സത്യം ഇതാണ്. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് കോടികളുടെ പകൽക്കൊള്ളയാണ്. അഴിമതിയുടെ രീതി വളരെ ലളിതമാണ്. 1ാം ഘട്ടം മരാമത്ത് പണികൾക്ക് വേണ്ട യഥാർത്ഥ തുകയേക്കാൾ 40% അധിക തുക വകയിരുത്തി ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഈ കരാർ ആർക്കു നൽകും? CITU നോമിനികളായ കരാറുകാർക്ക് മാത്രം. 2ാം ഘട്ടമാണിത്. കൊള്ളയുടെ 3ാം ഘട്ടം പണിക്ക് ചെലവാകുന്ന യഥാർത്ഥ തുക കഴിഞ്ഞ്
ബാക്കി വരുന്ന 40% ലാഭം നേരെ CPM പാർട്ടി ഫണ്ടിലേക്ക്. ഇവിടെയും തീരുന്നില്ല കൊള്ളയിലെ പാർട്ടി പ്രൊഫഷണലിസം. നിലവിലെ പണിക്കുരയിൽ പുതിയ പണികൾ കൂട്ടിച്ചേർത്ത് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഖജനാവ് മുഴുവനായി വട്ടിച്ചെടുക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 300 കോടിയിലധികം രൂപയുടെ ഫയലുകളാണ് ഓഡിറ്റിങ്ങിന് പോലും കൊടുക്കാതെ മുക്കിയത്. ഇതിന്റെ 40% കമ്മീഷൻ എങ്ങോട്ട് പോയെന്നതും വ്യക്തം. 2022-23 വർഷം മാത്രം 86,77,34,192 രൂപയുടെ ഫയലുകളാണ് കാണാനില്ലാത്തത്. ഓർക്കുക, ഇവിടെ കാണാതെ പോയത് വെറും ഫയലുകളല്ല, ഒരു നഗരത്തിന്റെ വികസനമാണ്, ജനങ്ങളുടെ നികുതി പണമാണ്. അടുക്കളയിലെ മാലിന്യം മുതൽ റോഡിലെ ടാറിൽ വരെ കൈയിട്ട് വാരുന്ന ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ ഭരണം. അതെ, തലസ്ഥാനത്ത് നടന്നത് ഭരണമല്ല, പാർട്ടി ഫണ്ട് നിറയ്ക്കാനുള്ള സംഘടിത പകൽക്കൊള്ള മാത്രമാണ്.